ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. നന്ദൻ അർച്ചനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എനിക്ക് അർച്ചനയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. കുറേ ദിവസമായി ഞാൻ സംസാരിക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ എപ്പോഴും അവന്തിക ഇവിടെയും അവിടെയുമൊക്കെ ആയിട്ട് നിൽപ്പുണ്ടായിരിക്കും. എനിക്കിനിയും അവന്തികയും കൊണ്ട് എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാനൊരു ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൽ ഒപ്പിടുകയും ചെയ്തു. അവന്തിയുടെ കയ്യിലേക്ക് ഞാൻ ആ ഫയൽ ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അവൾ അതിൽ ഒപ്പിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അർച്ചന വേണം ഇത് വീട്ടുകാരുടെ മുമ്പിലൊക്കെ അവതരിപ്പിക്കാൻ. നന്ദേട്ടാ, ഞാനിതെങ്ങനെ അച്ഛനോട് പറയുക? അച്ഛന് ഇതൊരിക്കലും താങ്ങാനാകില്ലെന്നൊക്കെ അർച്ചന പറയുമ്പോൾ നന്ദൻ പറയുകയാണ്, അർച്ചനയ്ക്കറിയാലോ അവൾ എന്നോട് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്. നന്ദേട്ടാ, എനിക്ക് തോന്നുന്നില്ല അച്ഛൻ ഒരിക്കലും ഇതിന് സമ്മതിക്കുമെന്ന്. കഴിഞ്ഞതെല്ലാം മറന്ന് അവന്തികേട്ടത്തിൻ്റെ ഒപ്പം സന്തോഷമായി ജീവിക്കാൻ പറയാൻ എനിക്ക് സാധിക്കില്ല. അർച്ചനെ, ഇനി ഇതല്ലാതെ എൻ്റെ മുന്നിൽ വേറെ വഴിയൊന്നുമില്ല എന്നൊക്കെ നന്ദൻ പറയുമ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് മറഞ്ഞു നിൽക്കുകയാണ് അവന്തിക. അപ്പോൾ ഇയാളിനെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ല, ഇയാളെല്ലാം കരുതിക്കൂട്ടി തന്നെയാണ് നിൽക്കുന്നത്. അവന്തിക കേട്ടത്തി ഡിവോഴ്സ് തന്നെന്ന് തന്നെ ഇരിക്കട്ടെ, അപ്പോൾ നന്ദേട്ടന് എന്ത് ചെയ്യാനാ പ്ലാൻ? ഇത് കേൾക്കുന്ന നന്ദൻ പറയുകയാണ്, ഞാൻ ഡോക്ടർ സന്ധ്യയെ വിവാഹം ചെയ്യും. ഇത് കേൾക്കുന്ന അവന്തിക ഞെട്ടലോടെ നിൽക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും മനസ്സുകൊണ്ട് വല്ലാതെ അടുത്തുപോയി, ഇനി പിരിയാൻ ഞങ്ങൾക്കാകില്ല. ഈ കാര്യം നന്ദേട്ടൻ സന്ധ്യ ഡോക്ടറോട് സംസാരിച്ചോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ സംസാരിച്ചെന്നും ആദ്യമൊന്നും സമ്മതിച്ചില്ല, പക്ഷേ ഞാൻ നിർബന്ധിച്ചപ്പോൾ സമ്മതിച്ചെന്നും നന്ദൻ പറയുന്നു. ഇതൊക്കെ കേൾക്കുന്ന അവന്തിക പറയുകയാണ്, അപ്പോൾ എൻ്റെ കണക്കുകൂട്ടലുകളൊന്നും ഇതുവരെ തെറ്റിയിട്ടില്ല. എനിക്കറിയാം ഇനി എന്ത് ചെയ്യണമെന്ന്. ഇയാൾ ജീവിക്കണോ വേണ്ടയോ എന്ന് ഇനി ഞാനാണ് തീരുമാനിക്കാൻ പോകുന്നത്. പിന്നീട് കാണിക്കുന്നത് അർച്ചന സേതുമാധവനോട് കാര്യങ്ങളെല്ലാം പറയാൻ ആരംഭിക്കുന്നതാണ്. ഇത് കാണുന്ന അവന്തിക അതെങ്ങനെയും തടയണമെന്ന ഉദ്ദേശത്തോടെ അർച്ചനയുടെ കുഞ്ഞിനെ താഴേക്കെടുത്തുകൊണ്ട് വരികയും സേതുമാധവന്റെ മുറിയുടെ മുന്നിൽ നിന്നുകൊണ്ട് കുഞ്ഞിനെ പിച്ചുകയും ചെയ്യുന്നു. തുടർന്ന് കുഞ്ഞ് കരയാൻ ആരംഭിക്കുകയാണ്. ദേ അർച്ചനെ കുറെ നേരമായി കുഞ്ഞ് കരയാൻ തുടങ്ങിയിട്ടെന്ന് പറഞ്ഞുകൊണ്ട് അവന്തിക സേതുവിന്റെ മുറിയിലേക്ക് ചെന്ന് അർച്ചനയുടെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുക്കുകയാണ്. മോളെ, കുഞ്ഞ് കരയുന്നുണ്ട്, നീ കൊണ്ടുപോയി മുറിയിൽ കിടത്താനായി സേതു പറയുമ്പോൾ അവന്തികയും മുറിയിൽ നിന്നും ഇറങ്ങുന്നു. പിന്നീട് കാണിക്കുന്നത് ധനുഷിനെയാണ്. സ്നേഹയ്ക്ക് കഴിക്കാനായി പച്ചമാങ്ങ മുറിച്ച് കൊടുക്കുകയാണ് ധനുഷ്. ധനുഷ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നോക്കി കൊതിയോടെ അടുത്ത് നിൽക്കുകയാണ് സ്നേഹ. അങ്ങനെ ധനുഷ് സ്നേഹയ്ക്ക് മാങ്ങ കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. അതേസമയം ഇതെല്ലാം ദേഷ്യത്തോടെ നോക്കി നിൽക്കുകയാണ് അവന്തിക. തുടർന്ന് സ്നേഹ പറയുകയാണ്, ധനുഷേ, ഇനി എനിക്ക് ഒരാഗ്രഹം കൂടിയുണ്ട്. എനിക്ക് മസാല ദോശ വേണം, അതും ഇന്ന് തന്നെ. പാഴ്സലൊന്നും വേണ്ട, നമുക്ക് ഒരുമിച്ച് പോയി കഴിക്കാമെന്ന് സ്നേഹ പറയുമ്പോൾ അതിനൊക്കെ സമ്മതം മുളുകയാണ് ധനുഷ്. ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവന്തിക. നിന്റെ ഗർഭം ഞാൻ കലക്കിയിരിക്കും സ്നേഹേ, അതിന് എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായി തന്നെ അറിയാം. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് സേതുവിനുള്ള ഗുളികയുമായി സേതുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന അർച്ചനയാണ്. നന്ദൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്ന് സേതു ചോദിക്കുമ്പോൾ അച്ഛൻ എല്ലാം കേട്ടോ എന്നുള്ള പേടിയോടെ നിൽക്കുകയാണ് അർച്ചന. നിന്നോടാ ഞാൻ ചോദിച്ചത്, നന്ദൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്ന്. ഇല്ലച്ച, എന്താ എന്തു പറ്റിയെന്ന് അർച്ചന ചോദിക്കുമ്പോൾ അവൻ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആദ്യം നിന്നോടല്ലേ പറയാറ്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്ന് അർച്ചനയോട് പറയുകയാണ് സേതു. ഈയിടെയായിട്ട് നന്ദൻ അധിക സമയവും ഓഫീസിലുണ്ടാകാറില്ല. ഇപ്പോൾ അച്ഛൻ ഏതാണെങ്കിലും കിടക്ക്, ഞാൻ നന്ദേട്ടനോടൊന്ന് സംസാരിച്ചിട്ട് പറയാം. കുഞ്ഞുറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞ് അർച്ചന മുറിയിലേക്ക് പോകാനൊരുങ്ങുമ്പോൾ അർച്ചനെ ഒന്നവിടെ നിൽക്കാൻ പറയുകയാണ് സേതു. എൻ്റെ 3 ആൺമക്കളും എനിക്ക് ഒരേപോലെയാണ്. അവരുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ എനിക്കതൊരിക്കലും സഹിക്കാൻ സാധിക്കില്ല. അതിനിപ്പോൾ ഇവിടെ ആർക്കും ഒരു പ്രശ്നവും ഉണ്ടായില്ലല്ലോ എന്ന് അർച്ചന പറയുമ്പോൾ സേതു ചോദിക്കുകയാണ്, അത് നിനക്ക് ഉറപ്പാണല്ലോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അച്ഛനോട് പറയില്ലേ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ സേതു പറയുകയാണ്, എനിക്കെല്ലാം പേടിയാ മോളെ. എൻ്റെ മക്കളുടെ കുടുംബജീവിതം എന്നും സന്തോഷവും സമാധാനത്തോടെയും വേണം മുന്നോട്ട് പോകാനെന്ന് എനിക്ക് നിർബന്ധമുണ്ട് മോളെ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നോട് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ശരി അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് അർച്ചന അവിടെ നിന്ന് പോകുമ്പോഴും അർച്ചനയ്ക്ക് നന്ദൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൽ വരികയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.